അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ എന്തിനാ അവിടെ വന്ന് നിൽക്കണമെന്ന് പറയാം. ഇപ്പം ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമോ യൂട്യൂബോ തുറന്നു നോക്കുകയാണെങ്കിൽ എനിക്ക് റെക്കമെൻഡേഷനായിട്ടോ അല്ലെങ്കിൽ ഞാൻ കാണുന്നതൊക്കെ എൻ്റെ പഴയ കുറച്ച് ഡ്രീംസിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. അതെന്താണെന്നല്ലേ? ചുരുക്കി പറഞ്ഞാൽ എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ. ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ തന്നെ. ഈ ചാനലിൽ കുറേ കാലമായിട്ട് നല്ല ഉറക്കത്തിലാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ചാനലിൽ ലാസ്റ്റ് ഇട്ട വീഡിയോ നോക്കിയാൽ ഇന്നലെ മിഞ്ഞാന്നിട്ട് ഞാൻ നോക്കി, അപ്പോൾ 1 year ബിഫോറാണ്. അപ്പോൾ 1 year ബിഫോർ ഇട്ട വീഡിയോക്ക് റീസൺ ഉണ്ട്. പിന്നെ ഞാൻ തിരക്കിലായി. അന്ന് ചൊറിയും കുത്തിരിക്കുമ്പോട്ട വീഡിയോസാണ്. പക്ഷെ അതല്ല വിഷയം. അന്ന് ഞാനൊരു വീഡിയോ എനിക്ക് നല്ല രീതിക്ക് ചെയ്യുമായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിനി എന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നത്. അന്ന് ഞാൻ വീഡിയോ ഇട്ടിരുന്നത് ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ട് യൂട്യൂബിൽ എങ്ങനെ നമ്മൾ വീഡിയോ ക്ലിക്കാക്കുക, എങ്ങനെ പെർഫെക്ഷൻ കൊണ്ടുവരാം, എങ്ങനെ വീഡിയോ ക്ലാരിറ്റി കൊണ്ടുവരാം, അതൊക്കെ വന്നോണോ വന്നില്ല എന്നുള്ളതല്ല. ഇതൊക്കെ നോക്കി പഠിച്ച് അതൊക്കെ ചെയ്യാൻ ശ്രമിച്ച് ടയർഡായി ഫെഡപ്പായി ഒഴിവാക്കിയ പോലെ ഒരു മട്ടിലാണ് നിർത്തിയത്. ഞാൻ പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മളെ സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഐഡിയാസ്, സ്റ്റോറീസ്, എക്സ്പീരിയൻസ് ഇതൊക്കെയാണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ മാതിരി ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബൊക്കെ എനിക്ക് റെക്കമെൻഡേഷൻ വരുന്ന വീഡിയോ, നിങ്ങൾ ഈ പെർഫെക്ഷൻ്റെ പിന്നാലൊന്നും പോകണ്ട. നമുക്കുള്ള ഐഡിയാസിൻ്റെ പിന്നാലെയും നമുക്കുള്ള എക്സ്പീരിയൻസിൻ്റെ പിന്നാലെയൊക്കെ പോയാൽ മതി. ഈ പെർഫെക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഒരു ട്രാപ്പാണ്, തികച്ചും ഒരു ട്രാപ്പാണ്. ആ ട്രാപ്പിൽ പെട്ടാണ് ഞാൻ എൻ്റെ കുറേ വീഡിയോസ് ചെയ്യാതിരുന്നതും, എത്രയോ വീഡിയോസ് ഞാൻ എടുത്തിട്ട് ധൈര്യമില്ലാതെ അപ്ലോഡ് ചെയ്യാതിരുന്നതും, അതിന് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എൻ്റെ വോയിസിന് എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് വേറെ ആളുകളെ ഇമിറ്റേറ്റ് ചെയ്യുന്നതും, ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗ്യമായിരുന്നു. എന്തെന്നായാലും ഇപ്പം എനിക്ക് എന്താണെന്നറിയില്ല, എവിടുന്ന് ഒരു ഇത്തിരി ധൈര്യത്തോടു കൂടെ ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ഇതേപോലെ ആരെങ്കിലും പഴയ വീഡിയോസൊക്കെ അവിടെ എടുത്തു വെച്ച് ചാനലൊക്കെ അടച്ചു പൂട്ടിയ അവസ്ഥയിലാണെങ്കിൽ ഒന്ന് റീഫ്രഷ് ചെയ്യുക, റീസ്റ്റാർട്ട് ചെയ്യുക, നമ്മളെ ഐഡിയാസ്, നമ്മളെ എക്സ്പീരിയൻസുകളൊക്കെ പ്രസൻറ്റ് ചെയ്യാം. അത്രേ ഞാൻ ഈ റീസ്റ്റാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് ഉത്തമ, സോ നോ മോർ നീഡ് ടു ഗോ ബിയോണ്ട് പെർഫെക്ഷൻ. എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. അങ്ങനെയാണെങ്കിൽ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. ബൈ.